നമ്പർ 3, സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി അടിച്ചു പോകും. ഇപ്പോഴുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളിലും ലിഥിയം അയോൺ ബാറ്ററീസ് ആണ് വരുന്നത് വിത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഫുൾ ചാർജ് ആകുന്നതിനനുസരിച്ചിട്ട് ഇത് ബാറ്ററി തന്നെ മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു ചാർജിങ് കട്ട് ഓഫ് ചെയ്യും. അതുവഴി നമ്മുടെ ഫോൺ പിന്നീട് ചാർജ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ രാത്രി ഫുള്ള് ചാർജ് ചെയ്യാൻ ഇട്ടാലും ഒരു തരത്തിലുള്ള പ്രശ്നവും സ്മാർട്ട് ഫോണിന് വരത്തില്ല. നമ്പർ 4, കൂടുതൽ റാമുള്ള സ്മാർട്ട് ഫോൺ വാങ്ങിച്ചാൽ കൂടുതലായിട്ടുള്ള പെർഫോമൻസ് ആ ഒരു സ്മാർട്ട് ഫോൺ തരും. നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ സ്പീഡിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ മാത്രമാണ് ഈ ഒരു റാം എന്ന് പറയുന്നത്. ആ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള ചിപ്സെറ്റ്, ആ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ്, ആ ഒരു സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയർ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ്, ആ ഒരു സ്പീഡ് ഒക്കെ തന്നെ നിർണ്ണയിക്കുന്നത്. നമ്പർ 5, പബ്ലിക് വൈഫൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നെറ്റ് കിട്ടത്തില്ലേ? അതെ, പബ്ലിക് വൈഫൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള നെറ്റ് കിട്ടും. ഇതൊരു മിത്തല്ല. ബട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പബ്ലിക് വൈഫൈ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഹാക്കിങ്ങിന് ചാൻസ് ഉള്ള ഒരു മീഡിയം എന്ന് പറയുന്നത്. സോ പബ്ലിക് വൈഫൈ എവിടെ കണ്ടാലും കണക്ട് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ടിനെ ഇവിടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതേപോലെ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൂടെ ചെയ്തേക്കാം.